Children must be taught the history of the different nations where they will perceive their uniqueness. They must be taught, even when they are young, the elements of modern science and technology. They must be given glimpses into world literature so that their own minds are sharpened and feelings refined. It is my earnest desire that our children are treated as human beings and not as automata. എല്ലാവർക്കും MJC ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോൻ്റെ കണ്ടന്റും അത് തന്നെയാണ്. ഇന്ന് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായി നമുക്ക് ദൈവത്തെ വന്ദിച്ചുകൊണ്ട് ആരംഭിക്കാം. എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഇതിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക. എൻ്റെ കയ്യിൽ ഫോട്ടോ ഇല്ലാത്ത കാരണമാണ്. എന്തായാലും എല്ലാ ടീച്ചേഴ്സും എൻ്റെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അടുത്തതായി എൻ്റെ പ്രിയ അധ്യാപകർ അധ്യാപക ദിനത്തെക്കുറിച്ച് നിങ്ങൾക്കായി 2 വാക്ക് സംസാരിക്കുന്നു. Hi viewers, happy Teachers Day to all my dear colleagues. I also remember my teachers who nurtured and guided me. I take this opportunity to congratulate Chris, who is highly creative and imaginative, and all the very best child for your YouTube channel. Thank you.
എൻ്റെ പേര് മായ. ഞാൻ നിർമ്മല ഭവൻ സ്കൂളിലെ അധ്യാപികയാണ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അധ്യാപക ദിനത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമല്ലോ, സെപ്റ്റംബർ 5-നാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അത് നമ്മുടെ പ്രസിഡന്റ്, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡൻ്റായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടാണ് നമ്മളത് ആഘോഷിക്കുന്നത്. അദ്ദേഹം തികഞ്ഞ ഒരു പണ്ഡിതനും അധ്യാപകനും കൂടിയായിരുന്നു. അദ്ദേഹം അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ദുരിതപൂർണമായ ജീവിത സാഹചര്യത്തിൽ കൂടി വളർന്നു വന്ന അദ്ദേഹം ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന പദവി വരെ അലങ്കരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ന് സ്കൂളുകളിൽ ഇതൊക്കെ വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കാറുണ്ട്. പക്ഷേ കൊറോണ എന്ന മഹാമാരി കാരണം നമ്മളിതെല്ലാം ഡിജിറ്റലായിട്ടും ഓൺലൈനായിട്ടും ഇപ്പം നമ്മൾ ആഘോഷിച്ചു വരികയാണ്. എന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് അധ്യാപക ദിനത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇനി MGC ചാനലിനെ കുറിച്ച് 2 വാക്ക് പറയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്രിസ് എൻ്റെ സ്റ്റുഡൻ്റാണ്. അവൾ വളരെ മിടുക്കിയാണ്. അവൾ നല്ല നല്ല വീഡിയോസാണ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. എല്ലാവരും കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. ഗും രോധ്യതേ ഗുരു. ഗും എന്നാൽ ഇരുട്ട് എന്നർത്ഥം. അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഒഴിവാക്കി ജ്ഞാനമാകുന്ന പ്രകാശം തരുന്നവൻ ഗുരു. അധ്യാപക ദിനത്തിൽ എല്ലാ ഗുരുക്കന്മാർക്കും എൻ്റെ വന്ദനം. അതോടൊപ്പം തന്നെ എൻ്റെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും അധ്യാപക ദിന ആശംസകൾ. ക്രിസ് മെനോയി എന്ന ഈ കൊച്ചുമിടുക്കിയുടെ യൂട്യൂബ് ചാനലിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം, ഞാൻ പ്രീത, കവടിയാർ നിർമ്മല ഭവൻ സ്കൂളിലെ അധ്യാപിക. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനം. അറിവിൻ്റെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചു നടത്തിയ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകർക്കും ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു. കുട്ടികളും അധ്യാപകരും പരസ്പരം കാണാത്ത കോവിഡ് കാലത്തെ ഒരു അധ്യാപക ദിനം. ഈ അധ്യാപക ദിനത്തിൽ ക്രിസ് എന്ന കൊച്ചുമിടുക്കിയുടെ പ്രത്യേക അധ്യാപക ദിന പരിപാടിക്ക് എൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സമർപ്പിക്കുന്നു. ഒപ്പം പറയട്ടെ, ക്രിസിൻ്റെ എല്ലാ യൂട്യൂബ് വീഡിയോസും ഞാൻ കാണാറുണ്ട്. അവതരണ ശൈലി കൊണ്ടും വ്യത്യസ്തത കൊണ്ടും മികച്ച നിലവാരം പുലർത്തുന്ന ക്രിസിൻ്റെ ഈ പ്രത്യേക അധ്യാപക ദിന പരിപാടിക്കും എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. Hi friends, wish you happy Teachers Day. It gives me an immense pleasure to talk about teachers, the builders of the nation, the shapers of destiny of every student. So at first, why India decided to celebrate separate Teachers Day? Globally, we are celebrating the Teachers Day on October 5, that is World Teachers Day. But in India, we choose September 5 as the Teachers Day. Why? Yes, this is the day which is the birth anniversary of Dr. Sarvevalli Radhakrishnan. Yes, he was born on September 5, 1888. So he hailed from a small family. With the help of education, he becomes a popular one and become an educationalist. So he became an esteemed politician and a educationalist. He made significant contributions in many subjects. It starts from the theological, moral, etc. So some of his friends and relatives and students also requested him to allow to celebrate his birthday. But Dr. Radhakrishnan responded, instead of observing my birthday, it would be my privilege if September 5 is scrutinized as Teachers' Day. Yes, from these words, we have clearly showcased his dedication and affection to the teachers. Why this much his affection to the teachers?
That means the students and teachers are equally looking forward. That's the importance of this day. So in this day, the teachers are honored by the students and by other agencies. The nation also honor the teachers as the National Teachers Award. So it is given by the President of India to the best teachers for their efforts. Why we are giving this much importance to the teachers? Yes, because the teachers helps the students to become a good human being, to better member of a society and an ideal citizen of the country. Because of these things, we are giving a much importance to the teacher. The teaching is not a profession, but it will create many professionalists. That is the main one. And there is also some themes which will frame in each year. So in every World Teachers Day, they are creating a theme. So in 2019, the theme of World Teachers Day is Young Teachers, the future of the profession. In 2020, the theme is Leading in Crisis, Reimagining the Future. And some quotes are given by the leaders, that's Mahatma Gandhi, APJ Abdul Kalam, about the teachers. I'm just saying one or two quotes. So one of the quotes given by Gandhiji, I have already felt that the true textbook for the people is his teacher. And one more quote from APJ Abdul Kalam, the role of the teacher is like a proverbial ladder. It is used by everyone to climb up in life, but the ladder itself stays in its place. So this is the quotes given by APJ Abdul Kalam. Like this, many quotes given by many other leaders. So this is the more importance of teachers. Yes, the teachers are creating a good ideal citizens. And the teachers also create a good future to all the students. Okay, from this it's said that Guru Brahma, Guru Vishnu, Guru Deva, Maheshwara, Guru Sakshat, Parabrahma, Dasmai Sri Guruve Namaha. Then also we will say that Mada, Pida, Guru, Devam. After Guru only we want to respect God like that. So this is about the importance of teachers. At last, what is our responsibility about this? That's what is the responsibility we want to give like that. Not celebrating his birthday as a teacher's day, but becoming a teacher with best mind. This is our responsibility. I am very proud to be a teacher, and I am very much thankful to Chris who gave me an opportunity to talk about teachers. Thank you, Molo, and I hope all are fine. Stay safe. Okay. Please like, share and subscribe. Okay. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ അധ്യാപകർക്കും അധ്യാപക ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.